ഫ്ലാറ്റുകൾ കണ്ടോ, കൂടുതൽ കുറേ ഫ്ലാറ്റുകളൊക്കെ ഉള്ള അക്കോമഡേഷൻ ഏരിയ ആണ് മൊത്തം. കണ്ട ബോർഡർ കാണുന്നുണ്ടല്ലേ, ഗ്രീൻ ബോർഡർ കണ്ടല്ലേ. അത് ഷാർജയുടെ ടാക്സികൾ ഇങ്ങനെ നിർത്തിയിട്ട് നമ്മൾ വരുന്ന സമയത്ത് ആദ്യം കണ്ടത് ഇവിടുത്തെ ദുബായ് ടാക്സി. അപ്പോൾ ഡെസേർട്ടിൻ്റെ മുമ്പിലൊന്ന് നിർത്തിയതാണ്. നോക്കിയാ മരുഭൂമി, നോക്കിയാ 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 കറക്റ്റ് മരുഭൂമി. ഷാർജ അൽനാദ സ്ട്രീറ്റിൽ ഇങ്ങനൊന്നും നടക്കുന്നു. അല്ലെങ്കിൽ നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് കാലമായി വീഡിയോ എടുക്കാത്തത് ബിക്കോസ് സുഖമില്ലാണ്ടായി പോയി. കഴിഞ്ഞ 2-3 ആഴ്ചയായി ഒരു പനി പിടിച്ചതിന് ശേഷം നല്ലോണം ക്ഷീണമൊക്കെ ആയി, ഭയങ്കര ടയർഡായിപ്പോയി. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എവിടെയും പുറത്തു പോയില്ല. അങ്ങനെ ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണ്. തമ്മിൽ കണ്ടതുപോലെ ഞാൻ ഷാർജയിലേക്ക് ഒന്ന് പോവുകയാണ്. ആക്ച്വലി ഷാർജ വഴി ഞാൻ ദുബായിലേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ ഷാർജയിലേക്ക് പോകുന്നത് വീഡിയോയിൽ ഞാൻ ഷാർജ ഭാഗങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അപ്പം ഞാൻ കരുതി ഷാർജയിലേക്ക് വല്ല വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ തന്നെ നമ്മുടെ അലിഭായ് വീണ്ടും ഉണ്ട്. अली जरा हाई बोलो अली भाई। हाँ, पहले का हमारा वीडियो से अभी अली भाई को पूरा लोगों को पता होगा ना। सब लोग लास्ट वीडियो में कोर्पकान के लिए निकले थे हम लोग। करेक्ट, लास्ट कोर्पकाനിൽ പോയ വീഡിയോ ഉണ്ടായിരുന്നില്ല, അതിൽ അലി ഭായ് ഉണ്ടായിരുന്നു. അപ്പോൾ അലി ഭായിൻ്റെ നമ്മുടെ ഫ്രണ്ട് എൻ്റെ കൊലീഗ്സിൻ്റെ കൂടെ ഞാൻ അന്ന് പോയി വ്ളോഗ് ചെയ്തു. ഇന്ന് അലി ഭായിൻ്റെ കൂടെ ഞാൻ ഷാർജയിലേക്ക് പോവുകയാണ്. അപ്പം ഷാർജയിലെ അലി ഭായി പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ ദുബായിലേക്ക് പോകാമല്ലോ, നമ്മുടെ അനിയന്മാരൊക്കെ ഉണ്ടല്ലോ, അവരെ പോകാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫുജറയിൽ നിന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഫുജറയിൽ നിന്ന് പുറപ്പെട്ടിട്ട് 10-15 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ. അപ്പം ദുബായിലേക്കാണെങ്കിലും ഷാർജയിലേക്കാണെങ്കിലും നമുക്ക് കാറിന് 1.5 മണിക്കൂർ മതി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടുത്തെ ഞാൻ ഇവിടുന്ന് വീഡിയോ അങ്ങോളം വീഡിയോയിൽ കാണിച്ചതല്ല. അപ്പം ഫുജറയിലെ ഭാഗങ്ങളിലൊന്നും കാണിക്കില്ല. ഷാർജ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ ഷാർജയുടെ ഭാഗങ്ങൾ കാണിക്കാം. എങ്ങനെയൊക്കെയാണ് അവിടെ നിന്ന് ദുബായിലേക്ക് പോകേണ്ടത്, കാഴ്ചകളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. अली भाई इधर से शारजा कितना किलोमीटर है अली भाई, याद है कितना किलोमीटर? हम लोग लोगों ने कर लिया है सफर, मेरा से अभी 90 किलोमीटर तक बाकी है ऑलमोस्ट 90 किलोमीटर ആണ് ഇവിടുന്ന് ഷാർജയിലേക്കുള്ളത്. നമ്മളിപ്പോൾ 10 अभी हम 10 या 15 किलोमीटर आया होगा ना, अभी 20-25 आ गया, 20 കിലോമീറ്ററിൻ്റെ അടുത്ത് മേളിൽ വന്നു നമ്മളിപ്പോൾ ആക്ച്വലി. അപ്പോൾ ടോട്ടൽ ഷാർജയിലേക്ക് പോകാനുള്ള കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 110 കിലോമീറ്റർ കാണും. അപ്പോൾ ഇനി ഷാർജ എന്നുള്ള കുറച്ച് വീഡിയോസ്. ഓക്കെ, ഷാർജ എമിറേറ്റിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഷാർജ എമിറേറ്റിലെ മരുഭൂമിയാണ് നിങ്ങൾ കാണുന്നത്. ഞാനിത് ആദ്യത്തെ വ്ളോഗിലൊക്കെ ചെയ്തിട്ട് മൊത്തം ഇതിൻ്റെ ആദ്യത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഒരു പ്രാവശ്യം ദുബായിലേക്ക് പോകുന്ന സമയത്ത് കാറിലിരുന്നു കൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെയും പറയാത്തത്. അപ്പോൾ ഫുജറ എമിറേറ്റിൽ കുറേ മലനിരകളാണ്. അത് കഴിഞ്ഞ് കുറച്ചും കൊണ്ടെത്തുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ ഷാർജയുടെ എമിറേറ്റ് എത്തും. നല്ല മരുഭൂമികളുടെ ഇടയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. अक्के विशदമായി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വെറും ഒരു 60 किलोमीटर തന്നെ പോകാനുള്ളൂ. अली भाई 60 किलोमीटर है ना अभी जाने के लिए, 60 किलोमीटर अभी आप निकला हुआ है. ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടത് कितना टाइम हो गया, 20 या 25 आधा घंटा हुआ. 30 മിനിറ്റ് ആയിട്ട് നമ്മൾ പുറപ്പെട്ടിട്ട് 30 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ 50 കിലോമീറ്റർ തന്നെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയൊരു നമുക്കൊരു 50 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഷാർജ. ഞാനൊന്ന് വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിർത്തി. എന്തിനാണെന്നറിയോ, ഈ ഡെസേർട്ട് ഒന്ന് കാണിക്കുക. ഇതുവരെ ഡെസേർട്ട് കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ സ്പീഡിൽ. അപ്പോൾ ഡെസേർട്ടിൻ്റെ മുമ്പിലൊന്ന് നിർത്തിയതാണ്. മരുഭൂമി നോക്കിയേ കറക്റ്റ് മരുഭൂമി കണ്ടോ. വണ്ടികളിങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുന്ന സ്ഥലം. നമ്മളെ കാറതാ. അലി ഭായി വണ്ടി തന്നെ ഇരിക്കുകയാണ്. കാരണം ഞാൻ ഷൂട്ട് ചെയ്തിട്ട് എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് നിർത്തി തന്നതാണ്. ഓക്കെ, മരുഭൂമി കണ്ടോ. സമയം 1:15. ഇപ്പോൾ ചൂട് അധികം ഇല്ല, കാരണം ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷാർജ ആ ഭാഗത്തേക്കാണ് പോകേണ്ടത്. ഒന്ന് ഡെസേർട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നിർത്തിയതാണ്.
നോക്കി അടിപൊളിയല്ലേ? അപ്പോൾ നമ്മൾ പോട്ടെ എന്നാല്. അങ്ങനെ ഷാർജ സിറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. ഷാർജ സിറ്റിയുടെ ഔട്ടർ സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ കണ്ടോ ഇവിടെയൊക്കെ വീടുകൾ കണ്ടോ, കണ്ടില്ലേ? ഇതൊക്കെ കാണുന്നതൊക്കെ കണ്ടോ? ഇതൊക്കെ എന്ന് പറയുന്നത് ദുബായിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഷാർജ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെയാണ് കൂടുതൽ താമസിക്കുന്നത്. ഷാർജയിൽ താമസിച്ചിട്ട് ദുബായിൽ പോയി വർക്ക് ചെയ്യും. അതായത് ദുബായ് സ്ഥലങ്ങൾ. കാരണം എന്താ വെച്ചാൽ താമസത്തിന് പൈസ കുറവാണ്. ഷാർജയിലുള്ള അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഫ്ലാറ്റ്സിനൊക്കെ വില കുറവാണ്. അപ്പോൾ ഇപ്പം എന്താന്ന് പറഞ്ഞാൽ ഷാർജ സിറ്റിയിലും നല്ലോണം ഫ്ലാറ്റിനൊക്കെ വില അധികമായപ്പോൾ ഔട്ടർ ഷാർജ ആ ഭാഗങ്ങളിലാണ് ഇപ്പം നന്നായിട്ട് ഇതാവുന്നത് കേട്ടോ. ഇവിടെയൊക്കെ വില്ലകൾ കണ്ടോ, കണ്ടില്ലേ? ഇതൊക്കെ വില്ലുകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്താണ് ഷारजा मोस्क है ना अली भाई? वो क्या है ना, कौन सा मोस्क है? सिटी ग्रैंड मोस्क। इसको जो है ना शारजा को बेसिकली सिटी ऑफ मॉस्क बोलते हैं। ओके। यहाँ पे जितना भी यूएई में जितना भी एमिरेट्स है, सबसे ज़्यादा जो मॉस्क है ना वो शारजा में। इसलिए इसको सिटी ऑफ मॉस्क बोला जाता है। ഓ ऐसा है क्या? ഓക്കെ. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർജയിൽ സിറ്റി ഓഫ് മോസ്ക് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഎഇ എമിറേറ്റിൽ ഏറ്റവും കൂടുതൽ മോസ്ക് ഉള്ളത് മോസ്ക് ഇതരെ सबसे ज़्यादा मॉस्क इधर है। शारजा सिटी उल्लेख कदम है तो शारजा सिटी। अली भाई ये जगह का नाम पता है आपको? ये जगह हम लोग शारजा इंडस्ट्रियल एरिया, ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ में पहुंच गया. അതായത് ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ സിറ്റിയും പിന്നെ നമ്മുടെ പുറത്ത് ഇൻഡസ്ട്രീസിനുള്ള സ്ഥലങ്ങളാണ് ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറയുന്നത്. അതൊരു സോണായി തിരിച്ചിരിക്കുക. അങ്ങനെ കുറേ 10, 20, 100 പേര് എൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്. പണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പം പറയാനുള്ള മറന്നുപോയി എങ്ങനെയൊക്കെയാണെന്നുള്ളതിൻ്റെ. മാത്രമല്ല എന്താ പറയുക, പണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പണ്ട് ഞാൻ ജോലി താമസിച്ച സ്ഥലം ഷാർജയിലായിരുന്നു. ഈ ഭാഗങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സീൽസിൽ. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഒരു സിഗ്നലിൽ ഇങ്ങനെ നിർത്തുകയാണ്. ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഈ സിഗ്നലിൽ ഇങ്ങനെ നിർത്തുകയാണ്. ഇപ്പം നമ്മൾ ഷാർജ സിറ്റിയിലേക്ക്, ഐ മീൻ സിറ്റി അല്ല, ഷാർജ എമിറേറ്റിലെ ഭാഗങ്ങളിലേക്ക് കയറിയ ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആക്ച്വലി ഷാർജയിലുള്ള ബസ്സാണ് പോകുന്നത്. अली भाई इधर से हमको किधर जाने का है अभी? आपको हम लोग अभी जाएगा नादा में. അൽനാദ में जाता है? ഓക്കെ. नादा ഷാർജ. അൽനാദ എന്ന് പറയുന്നത് ദുബായിയുടെ ഷാർജയുടെ ബോർഡറിന്റെ അടുത്തുള്ള സ്ഥലം. അൽനാദ ദുബായ് ഇൻഡസ്ട്രിയൽ ഏരിയയുടെ അടുത്തേക്ക് കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ ഭാഗങ്ങളാണ്. കണ്ടല്ലേ, ഈ ഭാഗങ്ങളൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ ഭാഗങ്ങളാണ്. അൽനാദ എന്ന് പറയുന്ന സ്ഥലം കൂടുതൽ ഫ്ലാറ്റ്സുകൾ, അതായത് അക്കോമഡേഷൻ ചെയ്യുന്ന കൂടുതൽ സ്ഥലം, വലിയ ഫ്ലാറ്റ്സുകളുള്ള ഷാർജയിലെ ഒരു സ്ഥലമാണിത്. ഇവിടുന്ന് ഷാർജ സിറ്റിയിലേക്ക്, ടൗണിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ, ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ ഷാർജ സിറ്റീൻ്റെ ഉള്ളിലെത്തും. ഷാർജ അജ്മാൻ അതൊക്കെ എന്ന് പറയുന്നത് കൂടെ ചേർന്നിട്ടുള്ളൊരു സിറ്റി തന്നെയാണ്. വളരെ ദൂരമൊന്നുമില്ല. ഷാർജ അജ്മാനിൻ്റെ ഒരു 20 കിലോമീറ്ററേ ഉള്ളൂ. അക്കോമഡേഷൻ അല്ല, ഫ്ലാറ്റ്സുകൾ കൂടുതലുള്ള സിറ്റി ഏരിയ ആണ്. ഇതിൻ്റെ ഈ ഭാഗങ്ങളിലാണ് മൊത്തം ഇൻഡസ്ട്രിയൽ ഏരിയ. ഷാർജ അൽനാദ എന്ന് പറഞ്ഞ സിറ്റി പണ്ട് കാലത്ത് കുറേ വന്ന സ്ഥലങ്ങളായിരുന്നു. ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. ഇതൊരു ഉണ്ടോ ഇതൊക്കെ ഓക്കെ. ഷാർജ സിറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകണം. ഓ അൽ സഫീർ, ഇതാണ് ബോലാ മുझसे സഫീർ. ഇതാണ് സഫീർ മാർക്കറ്റ്, അൽ സഫീർ പറഞ്ഞത്. ഷാർജ സിറ്റിൻ്റെ ഉള്ളിലെത്തിയ നമ്മൾ ഒരു ഷാർജ ഹൈവേൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷാർജ ദുബായ് ഹൈവേ ആണ് ഇതൊക്കെ കാണുന്നത്. കണ്ടോ, ഈ കാണുന്നത് ഇപ്പോൾ കാണുക. ഇവിടെ ബസ് പോകുന്നുണ്ട്, അങ്ങനെ ഡബിൾ ഡക്കർ ബസ് പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു ബസ്സിലായിരിക്കും ഞാൻ ചിലപ്പോൾ പോവുക. ഇതാണ് ഇവിടെ നമ്മൾ യു ടേൺ ഉണ്ട്. യു ടേണിലേക്കാണ് യു ടേണിലേക്കാണ്. അങ്ങോട്ട് പോയാലാണ് अजमान रोड है. वही मैं बोल रहा था, मैं हमेशा इस तरफ आता था. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതാണ് ദുബായ് ഷാർജ ഹൈവേ റോഡ്. അപ്പം എനിക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പം ഇവരുടെ കസിനെയും കൂടി പിക്ക് ചെയ്തിട്ട് എനിക്ക് എവിടെയാണോ ഡ്രോപ്പ് ചെയ്യേണ്ട ആ സ്ഥലം ഇവനെ അറിയത്തില്ല. അതുകൊണ്ട്
അവിടെ ഡ്രോപ്പ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ടിനെയും കൂടി പിക്ക്. അപ്പോൾ കസിൻ ആ ഫ്രണ്ട് ഒരു ഫ്രണ്ടിനെ കൂടി പിക്ക് ചെയ്തിട്ട് ഷാർജയിൽ താമസിക്കുന്നത്. ഷാർജയിൽ താമസിക്കുന്ന ആളല്ലേ? മലയാളം ബാത് കർ രഹാ താ. ഷാർജയിൽ താമസിക്കുന്ന ആളല്ലേ? मीन्स शारजा में रहते है ना, वही पूछ रहा था मैं. अली भाई मैं पहले इधर सब आया था, अभी इधर आके ही मेरे को याद आ रहा है, गाड़ी सब पूरा लेकर घूमा था मैं इधर जगह पे. इधर से थोड़ा जाएगा तो वो एक बड़ा एक मॉल मिलेगा ना उधर, अंसार मॉल. हाँ बहुत बड़ा मॉल, हाँ बहुत बड़ा मॉल मिलेगा. ओके. ഇപ്പോൾ നമ്മൾ ഷാർജ അക്കോമഡേഷൻ ഫ്ലാറ്റ്സിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊടുക്കുക. വെയിലടിക്കുന്നുണ്ടല്ലേ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഷാർജ അൽനാദ സ്ട്രീറ്റ് ആണ് ഈ കാണുന്നത്. ഞാനൊന്ന് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടൊന്ന് വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ ഒന്ന് പുറത്തിറങ്ങിയെടുത്തതാണ്. ഷാർജ അൽനാദ സ്ട്രീറ്റിൽ ഇങ്ങനെ ഒന്ന് നടക്കുന്നത്. അലിബായിൻ്റെ ഫ്രണ്ട് അവിടെ വന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഷാർജ അൽനാദയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അലിബായിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. അലിബായിക്ക ഫ്രണ്ട് आपका नाम क्या है? मेरा नाम कासिम. പാകിസ്ഥാൻ സേ ആണ്? പാകിസ്ഥാൻ സേ. കേട്ടോ, ഇപ്പം നമ്മൾ പോകുന്നത് ബസ് സ്റ്റോപ്പിന്റെ ഭാഗത്തേക്കാണ്. അവിടത്തേക്ക് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. അലിബായിക്ക് അത് അറിയില്ല എവിടെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. അതുകൊണ്ട് ഈ ഫ്രണ്ടിനെ വിളിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇതുണ്ടോ അൽനാദ പാർക്ക്. ഇതാണ് അൽനാദ പാർക്കാണ് ഈ കാണുന്നത്. അൽനാദ പാർക്ക്. അൽനാദ എന്ന് പറയുന്ന സ്ഥലം കൂടുതൽ അക്കോമഡേഷനാണ്. കാണുന്നില്ലേ? ഭയങ്കര ഫ്ലാറ്റ്സുകൾ കൂടുതലുള്ള. എല്ലാവരും ദുബായിൽ ജോലി ചെയ്യും ഈ ഭാഗങ്ങളിലാണ് താമസിക്കുക. അത്രമാത്രം ये बहुत അക്കോമഡേഷൻ സിർഫ് അക്കോമഡേഷൻ ആണ്. നിറച്ചു അക്കോമഡേഷനാണ് ഇവിടെ. ഫാമിലി താമസിക്കുന്ന സ്ഥലങ്ങളിലാണ്. ഓക്കെ തെരാ ഹായ് ബോലോ. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. ഡ്രോപ്പ് ചെയ്യാൻ ഇവിടെ വന്നു. ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോകണം. ഓക്കെ ജി, താങ്ക് യു. അപ്പോൾ ഞാനിവിടെ സഹാറ സെൻറ്റർ, ഷാർജ സഹാറ സെൻറ്റർ ഉണ്ടോ? ഷാർജ സഹാറ സെൻറ്റർ പിൻ സൈഡിലാണുള്ളത്. ഇനി ഇവിടുന്ന് ഞാനിപ്പോൾ ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് പോകും. എന്നിട്ട് മെട്രോയിലേക്ക് പോകും. ഇത് ഷാർജ ബോർഡറാണ്. ഇത് ഏരിയ ഷാർജ. ഇപ്പോൾ ഇപ്പുറം കാണുന്ന ഏരിയ ദുബായ്. ഓക്കെ, അങ്ങനെ ഞാൻ ദുബായിലെ ഭാഗങ്ങളിൽ ആ ഭാഗത്തേക്കാണ് എനിക്ക് പോകേണ്ടത്. അവിടെ നിന്നാണ് ബസ് കിട്ടുക. എനിക്ക് സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കരാമയിലേക്ക് പോകേണ്ട ബസ് കിട്ടും. ട്രെയിൻ കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ബസ്സിലിപ്പോൾ പോവാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ബസ്സിനെല്ലാം നോവൽ കാർഡ്. ആ കാർഡ് റീചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എൻ്റെ ഇതിൽ പൈസ ഉണ്ട്. റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാർഡ് കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കയറി പോകാം. ഇത് കണ്ടോ, ഇത് ഷാർജ ബോർഡർ. ആ ബോർഡറാണ്. ഇത് ദുബായ്. കൂടെ ഇതാണ് സഹാറ സെൻറ്റർ എന്ന് പറഞ്ഞ വലിയൊരു ഷോപ്പിംഗ് മോള്. അതായത് അതിൻ്റെ പിന്നിലെ ഭാഗമാണ് ഷാർജ. അപ്പോൾ എനിക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോന്നു. ഇത് കാണുന്നതാണ് ദുബായിയുടെ ഭാഗങ്ങൾ. അങ്ങനെ ദുബായ് ഷാർജ ബോർഡർ ആരും കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. കാണുന്നില്ലേ, ഗ്രീൻ ബോർഡർ കാണുന്നില്ലേ? കാണുന്നുണ്ടേ? അവിടെ ഇങ്ങനെ ഗ്രീൻ ലൈൻ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അതാണ് ദുബായ് ഷാർജ ബോർഡർ. ദുബായിലെ ടാക്സികളൊക്കെയാണ് ഇത് കാണുന്നത്. നമ്മളെ ബസ് അങ്ങ് അവിടെ ഉണ്ട്. ഇപ്പോൾ സമയം ഒരു 1:30 കഴിഞ്ഞ് കാണും. 1:30-2 മണി കഴിഞ്ഞ് കാണും. ദുബായ് ടാക്സികളാണ് ഇതെല്ലാം. നോക്കിയട്ടെ, ഫ്ലാറ്റുകൾ കണ്ടോ? കൂടുതൽ കുറേ ഫ്ലാറ്റുകളൊക്കെ ഉള്ള അക്കോമഡേഷൻ ഏരിയ ആണ് മൊത്തം. കണ്ടോ, ബോർഡർ കാണുന്നുണ്ടല്ലേ, ഗ്രീൻ ബോർഡർ. അപ്പുറത്ത് കണ്ടില്ലേ, അത് ഷാർജയുടെ ടാക്സികൾ ഇങ്ങനെ നിർത്തിയിട്ട് നമ്മൾ വരുന്ന സമയത്ത് ആദ്യം കണ്ടത് ഇവിടുത്തെ ദുബായ് ടാക്സി. നമ്മൾ ആദ്യം കണ്ടത് ദുബായ് ടാക്സി. ഈ ഭാഗത്ത് കണ്ടത് പുറത്ത് കാണുന്നില്ല, അത് വരിയായി നിർത്തിയിട്ടുണ്ട് കുറേ ടാക്സികൾ. അത് ഷാർജ ടാക്സി. ഇതാണ് ഇവിടുത്തെ ദുബായ് ബസ് സ്റ്റോപ്പ്. ഓക്കെ, ബസ് സ്റ്റോപ്പ് കണ്ടോ? ഉള്ളിൽ കാണിച്ചു തരാം. കണ്ടോ? അയ്യോ, ഭയങ്കര സമയമാണ്. ബസ് സ്റ്റോപ്പിൻ്റെ ഉള്ളിൽ നല്ല AC ഇട്ടിട്ട് നമുക്കറിയാം.
അടുത്ത വേറെ അപ്പുറത്ത് കൂടിയുണ്ട്. ഇത് അടുത്തത് കണ്ടോ, 2 ബസ്സോട് നിർത്തിയിട്ടില്ല. F24 അല്ല, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. ബസ് ഇതാ. എനിക്കിപ്പം പോണത് F24 എന്ന് പറഞ്ഞ ബസ് നമ്പറിലാണ് പോകേണ്ടത്. ഒരു ഡബിൾ ഡെക്കർ ബസ് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്, അതിലാണ് കയറി പോകേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.